വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 7:15 വായിക്കുന്നു. എങ്കിലും സമാധാനം ഒട്ടുമില്ലാത്ത നാളുകളാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. രസകരമായി ചിരിച്ചും കളിച്ചും ജീവിക്കേണ്ട മനുഷ്യൻ കലഹിച്ചും പരസ്പരം യുദ്ധം ചെയ്തും സുന്ദരമായ ജീവിതത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കുന്നു. ജീവിച്ചിരിക്കെ തന്നെ സ്വന്തം മരണവാർത്ത വായിച്ച് സമാധാനം നഷ്ടപ്പെട്ട പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് നോബേൽ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ പിശക് പറ്റി ആൽബർട്ട് നോബേൽ ആണ് മരിച്ചത് എന്ന വാർത്ത വന്നത്. തൻ്റെ മരണവാർത്തയല്ല, തന്നെക്കുറിച്ച് പത്രം വിശേഷിപ്പിച്ച കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കിയത്. മനുഷ്യവംശത്തെ ഒന്നാകെ കൂട്ടക്കൊല ചെയ്യുവാൻ തക്ക ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ച് കോടീശ്വരനായ ശാസ്ത്രജ്ഞൻ എന്നാണ് പത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. തന്നെ മരണത്തിൻ്റെ അവതാരകനായി ലോകം കാണുന്നു എന്ന സത്യം അദ്ദേഹത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കി. യുദ്ധമില്ലാതാക്കുവാൻ നമ്മളാൽ കഴിയില്ല. എന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന യുദ്ധം ഇല്ലാതാക്കുവാൻ സാധിക്കും. സഹോദരനെക്കുറിച്ച് കായിൻ്റെ മനസ്സിൽ ഉണ്ടായ യുദ്ധമാണ് ഹാബേലിൻ്റെ കൊലയിൽ അവസാനിച്ചത്. നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് ഞാൻ അറിയുന്നില്ല എന്ന കായിൻ മറുപടി നൽകിയത്. അന്നത്തെ പോലെ സഹോദരനെ അറിയാത്ത നാളുകളിലാണ് നാം ജീവിക്കുന്നത്. ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പകയും വൈരാഗ്യവും മാറ്റിവെച്ച് എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരെയും ചേർത്ത് പിടിച്ചും ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള മഹായുദ്ധം ഇല്ലാതായി സമാധാനത്തോടെ ജീവിപ്പാൻ നമുക്ക് കഴിയും. സമാധാനം സ്ഥാപിതമാകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചകൻ്റെ ദർശനം യെശയ്യാവ് 2:4 വായിക്കുന്നു. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ച് തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. ദൈവത്താൽ സ്ഥാപിതമാകുന്ന സമാധാന അനുഭവത്തിൻ്റെ ദർശനമാണിത്. കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യോഹന്നാൻ 14:27. ആൽബർട്ട് നോബേൽ സമാധാനത്തിനും ലോക നന്മയ്ക്കുമായും തൻ്റെ ഭീമമായ സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും മാറ്റിവെച്ചു. ആ പ്രവൃത്തിയാണ് നോബേൽ സമ്മാനത്തിന് ആരംഭം കുറിച്ചത്. അനേകർ ഇന്ന് നോബേൽ സമ്മാനം നേടുന്നുവെങ്കിലും അതൊന്നും ലോകസമാധാനം കൈവരുത്തുന്നില്ല. യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിന് മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. 6:14. ഇന്ന് നടക്കുന്ന സമാധാന ശ്രമങ്ങളെല്ലാം തന്നെ ലഘു ചികിത്സയാണ്. ആ ചികിത്സകളൊന്നും മുറിവ് ഇല്ലാതാക്കുന്നില്ല. അതുകൊണ്ട് മേൽത്തരമായൊരു ചികിത്സ നമുക്ക് ആവശ്യമാണ്. ആ ചികിത്സയാണ് കർത്താവ് നൽകിയത്. കർത്താവ് നൽകിയ ചികിത്സയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, യേശു ക്രൂശിച്ചെഴുതിയ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. കൊലോസ്യർ 1:20 കർത്താവിൻ്റെ ചികിത്സയിൽ ഉപയോഗിച്ച മെഡിസിൻ താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമായിരുന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. എബ്രായർ 2:15 മരണഭീതി സമാധാനം ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. മരണത്തിന് കാരണം പാപമാണ്. പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തിയത് ക്രൂശിലെ മരണത്തിൽ കൂടിയാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതോടൊപ്പം നഷ്ടപ്പെട്ടു പോയ എല്ലാ ബന്ധവും പുനഃസ്ഥാപിച്ച് നമ്മിൽ സമാധാനം കൈവരുത്തുന്നു. യേശു പുനഃസ്ഥാപിച്ച സമാധാനം അനുഭവമാകണമെങ്കിൽ നാം എന്തു ചെയ്യണം എന്ന് യെശയ്യാവ് 2:3 പറയുന്നുണ്ട്. വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അതേ സമാധാനം അനുഭവമാകണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം, ദൈവത്തിൻ്റെ ആലയത്തിൽ ചെല്ലണം.
അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. അവനുമായി നിരന്തര സംസർഗം നമുക്ക് ഉണ്ടാവണം. യേശു അനുഭവിച്ച സമാധാന അനുഭവത്തിൻ്റെ രഹസ്യം പിതാവുമായിട്ടുള്ള നിരന്തര സംസർഗം ആയിരുന്നു. പ്രാർത്ഥനയിൽ കൂടി ശക്തി പ്രാപിച്ച കർത്താവിന് പ്രതിസന്ധികളുടെ മധ്യത്തിലും സമാധാനത്തോടെ നിൽപ്പാനും തൻ്റെ ശുശ്രൂഷകൾ ധൈര്യത്തോടെ നിർവഹിക്കുവാനും സാധിച്ചു. കെട്ടുപെട്ടവനായി നാടുവാഴിയുടെ മുൻപിലും പീലാത്തോസിൻ്റെ മുൻപിലും ന്യായവിസ്താര സഭയിലെല്ലാം തന്നെ നിൽക്കുവാൻ കർത്താവിന് ധൈര്യം നൽകിയത് തൻ്റെ പിതാവുമായിട്ടുള്ള സംസർഗം ആയിരുന്നു. അതേ പ്രാർത്ഥനാ ജീവിതം കഷ്ടതയിലും പാടി ആനന്ദിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. കർത്താവേ, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യസമാധാനത്താൽ എന്നെയും നടത്തണമേ. ആമേൻ.